പ്രപഞ്ച സൃഷ്ടികൾ ഇഷ്ടംപോലെ മാങ്ങകൾ നമുക്ക് ഭക്ഷിക്കുന്നതിന് വേണ്ടി പ്രപഞ്ചം നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. മാങ്ങകളും ചക്കകളും കായ്കനികളും ഒക്കെ തന്നിട്ടുണ്ട്. പിന്നെ ജീവജാലങ്ങൾ, പട്ടി, പൂച്ച, കോഴി, പിന്നെ മനുഷ്യന് ഭക്ഷ്യയോഗ്യമായ മത്സ്യങ്ങൾ, പാവയ്ക്ക, ഉരുളൻകിഴങ്ങ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പ്രപഞ്ചം സൃഷ്ടിച്ച് തന്നിട്ടുള്ളതാണ്. അതാണ് ഈ പ്രപഞ്ച സൃഷ്ടികൾ. നമുക്ക് മനസ്സിന് ഐശ്വര്യം, മനസ്സിന് ഉല്ലാസം തോന്നുന്ന പൂക്കൾ, പലതരത്തിലുള്ള പൂക്കൾ, റോസ് പൂക്കൾ, പിന്നെ അരളിപ്പൂക്കൾ, അലമണ്ട, അങ്ങനെയുള്ള പൂക്കൾ ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട് ദൈവം. പിന്നെ കാണാൻ ഭംഗിയുള്ള കോഴികൾ, എന്ത് ഭംഗിയാണ് കോഴികളെയൊക്കെ കാണാൻ. അതിൻ്റെ ആ പൂവും ചിറകും ഒക്കെ നല്ല ഭംഗിയാണ്. പിന്നെ പൂന്തോട്ടങ്ങളും, പിന്നെ പല പല വൃക്ഷങ്ങളും, പിന്നെ പ്രകൃതിയുടെ ഒരു അനുഗ്രഹം തന്നെയാണ്. പല പല താറാവുകളും കോഴികളും, ഇങ്ങനെയുള്ളതൊക്കെ ഒരനുഗ്രഹം തന്നെയാണ് കാണുന്നതിന്. മാനസികോല്ലാസത്തിന് നല്ല നല്ല പുഷ്പങ്ങളുടെ നിറങ്ങളൊക്കെ കണ്ടാൽ തന്നെ നമ്മൾ നോക്കി നിന്നു പോകും. അത്രയ്ക്ക് നല്ല വർണ്ണങ്ങൾ ഉള്ള പുഷ്പങ്ങളാണ് നമുക്ക് പ്രകൃതി ഒരുക്കി തന്നിരിക്കുന്നത്. ആ പൂക്കളൊക്കെ കണ്ടാൽ ഈ പൂക്കൾ മനുഷ്യന് ആഹാരത്തിന് വേണ്ടിയുള്ള സാധനങ്ങളും സൃഷ്ടി ഒരുക്കിയിട്ടുണ്ട്. ഉരുളൻകിഴങ്ങ്, പാവയ്ക്ക എന്നിവയും നമ്മുടെ പ്രകൃതിയുടെ ഒരു അനുഗ്രഹം തന്നെയാണ്. ജീവജാലങ്ങൾക്ക് ഭക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സാധനങ്ങളും അവർ തന്നെ ഒരുക്കിയിട്ടുണ്ട്. മത്സ്യങ്ങളായാലും പ്രകൃതി ഒരുക്കിയതാണ് ഇതൊക്കെ. കടൽ സമ്പത്ത്, അതും പ്രകൃതി നമുക്ക് തന്നിട്ടുണ്ട് മനുഷ്യന് ഭക്ഷിക്കുന്നതിന് വേണ്ടി.